റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ തളിപ്പറമ്പിൽ CPM-നെതിരെ ആരോപണവുമായി CPI നേതാവ്. പുതുവത്സര തലേന്ന് CPI ജില്ലാ കൗൺസിൽ അംഗം കോമത്ത് മുരളീധരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് CPM നിർദ്ദേശപ്രകാരമാണെന്നാണ് ആരോപണം. CPM വിട്ട് CPI-യിൽ ചേർന്നതിന് വിരോധം തീർക്കുകയാണെന്നും കോമത്ത് മുരളീധരൻ ആരോപിച്ചു. എന്നാൽ സംഘർഷ മേഖലയായതിനാൽ കരുതൽ തടങ്കലിൽ എടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. പരിപാടി ഇല്ലാത്ത സ്ഥലത്ത് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് മേക്ക് പ്രമോഷൻ കൊടുക്കുന്നത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ, തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർ VP സന്തോഷാണ്. ആ VP സന്തോഷ് നേതൃത്വം കൊടുക്കുന്നതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും CPM-കാരാണ്. പ്രാദേശികമായ ആ പ്രദേശത്ത് മറ്റൊരു പാർട്ടിയിൽ നിന്ന് പാഞ്ഞു കയറി വന്ന ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായ ഒരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരിക്കലും ആ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം CPI പ്രവർത്തകരും നാട്ടുകാരും യോജിച്ചു പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ പ്രാദേശികമായി ചില ആളുകളും തളിപ്പറമ്പ് DYSP-യും CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന പക്ക ക്രിമിനലായിട്ടുള്ള തളിപ്പറമ്പ് CI-യും ഈ സതീശനും കൂടി നടത്തിയ അന്തർനാടകമാണ്. അതിനുശേഷം ഞങ്ങളെ പേരിൽ വീണ്ടും കേസെടുക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ സംഭവം. അഭിജിത്ത്, ന്യൂ ഇയർ പരിപാടിക്കിടെ സംഘർഷം ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു നേതാവിനെ കരുതൽ തടങ്കലിൽ വെക്കുക, ഇയാൾ അത്ര ഭീകരനാണോ ഈ പറയുന്ന മുരളീധരൻ? അയാളെ കണ്ടിട്ടൊരു പാവം മനുഷ്യരായിട്ടാണല്ലോ തോന്നുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. പോലീസ് അങ്ങനെയാണ് പറയുന്നത്. FIR-ലും അങ്ങനെയാണുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് കോമത്ത് മുരളീധരൻ. അദ്ദേഹം ആദ്യം CPM-ലായിരുന്നു. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം CPI-യിലേക്ക് എത്തുന്നത്. അതിൽ അദ്ദേഹത്തെ പുതുവത്സരാഘോഷം നടക്കുന്നത്, അതായത് ഈ മാസം 1-ന് തലേന്ന് ഡിസംബർ 31-നാണ് അദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ എടുക്കുന്നത്. അതിൽ പറയുന്നത് സംശയാസ്പദമായി വഴിയരികിൽ നിൽക്കുന്നത് കണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു, കരുതൽ തടങ്കലിൽ എടുത്തു എന്നാണ് FIR-ൽ പറയുന്നത്. നേരത്തെ തന്നെ CPI-CPM സംഘർഷം നടക്കുന്ന ഒരു മേഖലയാണ് തളിപ്പറമ്പിലെ മാന്തൻകുണ്ട്. കഴിഞ്ഞ തവണയും ഈ രീതിയിലുള്ള തർക്കം, സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഇടപെടലും ഉണ്ടായിരുന്നു. 2 വിഭാഗങ്ങളായാണ് ഇവർ പുതുവർഷ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്, അരുൺകുമാർ. ഒരു ഭാഗത്ത് കോമത്ത് മുരളീധരൻ, അദ്ദേഹം നേതൃത്വം നൽകുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ, മറുഭാഗത്ത് CPM-ന്റെ കൂട്ടായ്മ. ഇവിടെ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ എടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പിന്നാലെ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ശേഷം അന്ന് രാത്രി 31-ന് രാത്രി അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിനിടയിലേക്ക് പോലീസ് വന്ന് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കോമത്ത് മുരളീധരന്റെ ആരോപണം. അതിനൊടുവിൽ കോമത്ത് മുരളീധരനെതിരെ വീണ്ടും ഒരു കേസ് കൂടി എടുക്കുന്നുണ്ട്. അത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ്. അപ്പോൾ ഇത്തരം കേസുകൾ, കരുതൽ തടങ്കലുകളൊക്കെ എടുക്കുന്നത് തനിക്ക് നേരെയുള്ള CPM-ന്റെ പകപോക്കലാണ്. അതിന് പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് കോമത്ത് മുരളീധരൻ ഒരു ആരോപണമായി പറയുന്നത്. താൻ CPI-യുടെ ജില്ലാ കൗൺസിൽ അംഗമാണ്. അങ്ങനെയുള്ള തനിക്കെതിരെ സംശയാസ്പദമായി റോഡരികിൽ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തിനാണ് കരുതൽ തടങ്കലിൽ എടുക്കുന്നത്? മാത്രമല്ല, ഇതിനെ ചില CPM-ന്റെ അനുഭാവമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നതടക്കമുള്ള ഗൗരവതരമായ ആരോപണം കൂടി ഏതായാലും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കരുതൽ തടങ്കലാണ് എടുത്തത്, മറ്റ് ഒന്നുമില്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് നമുക്കൊപ്പം ചേർന്നത്. എന്നാലും പോലീസ് അത് കഷ്ടായിപ്പോയി. കോമത്ത് മുരളീധരനെ പോലെ, മുരളീധരൻ ചേട്ടൻ അത്ര വലിയ ഭീകരനൊന്നുമില്ല. CPM-ൽ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ. CPI-ലോട്ട് പോയാൽ ഉടൻ തന്നെ കരുതൽ തടങ്കലിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ കണ്ട അങ്ങനെ വല്ലതും പറയും. അതും പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടല്ലേ? എന്താണ് പറയുന്നത്?